വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പത്രങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വന്ന പത്രം, അങ്ങനെ ഓരോരോ പ്രസിദ്ധമായിട്ടുള്ള പത്രങ്ങൾ അങ്ങനെ നമ്മൾ പഠിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ പത്രങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചധികം കൂടുതലായിട്ട് നമുക്ക് പത്രത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ അത് കേരള റിനൈസൻസ് പഠിക്കുമ്പോഴും കേരള ഹിസ്റ്ററി പഠിക്കുമ്പോഴും നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വ്യക്തികളുടെ മാസികകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മളിവിടെ പത്രം മാത്രമേ പറയുള്ളൂ, അല്ലാതെ മാസികകള് അല്ലെങ്കിൽ എന്താ വീക്കിലികൾ അങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ഞാനിവിടെ കുറച്ചിട്ട് പത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സിലാണ് ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കേരളത്തിലെ പത്രത്തിലേക്ക് കടന്നാലോ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനെയാണ് നമ്മൾ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. എന്നാൽ മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പൊ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനും അടുത്തത് മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുമാണ്. ഇനി മിക്ക പരീക്ഷകൾക്കും എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? നമ്മുടെ ആദ്യത്തെ പത്രം, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചതാണ് നമ്മുടെ ആദ്യത്തെ പത്രം. അതിന്റെ പേര് രാജ്യസമാചാരം എന്നാണ്. അപ്പൊ എവിടുന്ന പ്രസിദ്ധീകരിച്ച്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചതാണ് നമ്മുടെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം. വർഷം 1847. നെക്സ്റ്റ് വൺ രണ്ടാമത്തെ പത്രം. ആ പത്രവും 1847 തന്നെയാണ് പ്രസിദ്ധീകരിച്ച വ്യക്തിയും ആരെന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. പത്രത്തിന്റെ പേര് പശ്ചിമോദയം എന്നാണ്. എന്താണ് പത്രത്തിന്റെ പേര്? പശ്ചിമോദയം എന്നാണ്. ഇനി രാജ്യസമാചാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പത്രത്തിനുള്ള ചില പ്രത്യേകതകൾ എന്താ വെച്ചാൽ, ഈ പത്രത്തിന്റെ ഒരു ലക്കത്തിന് എത്ര രൂപ വില, അതായത് 2 പൈസ വില. ഇതിന്റെ പത്രാധിപർ ആരാണ്? ഫ്രെഡറിക് മുള്ളർ ആണ് ഇതിന്റെ പത്രാധിപർ. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള പത്രമാണ് ഏത്? പശ്ചിമോദയം എന്ന് പറയുന്നത്. അപ്പൊ പശ്ചിമോദയം കേരളത്തിലെ രണ്ടാമത്തെ ദിനപത്രം. ആരംഭിച്ച വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട് തന്നെ. ആരംഭിച്ചത് 1847 തന്നെ. അതിന്റെ ഒരു ലക്കത്തിന്റെ പൈസ 2 രൂപ. അതിന്റെ ആദ്യ പത്രാധിപർ ഫ്രെഡറിക് മുള്ളർ. അപ്പൊ മലയാളത്തിൽ ആദ്യത്തെ പത്രാധിപർ എന്ന ബഹുമതി ആർക്കാണ് നമ്മൾ കൊടുക്കുക? ഫ്രെഡറിക് മുള്ളർക്കാണ് നമ്മൾ കൊടുക്കുക. ഇനി നെക്സ്റ്റ് വൺ മലയാളത്തിലെ മൂന്നാമത്തെ ദിനപത്രം. മൂന്നാമത്തെ ദിനപത്രത്തിന്റെ പേര് ജ്ഞാനനിക്ഷേപം എന്നാണ്. എന്താ പത്രത്തിന്റെ പേര്? ജ്ഞാനനിക്ഷേപം. 1848. നേരത്തെ 247 അല്ലെ, ഇത് 48 കോട്ടയം ജില്ലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് ജ്ഞാനനിക്ഷേപം. കോട്ടയം ജില്ലയിൽ ഒരു പ്രസ് ഉണ്ട്, കേട്ടിട്ടുണ്ട് നിങ്ങൾ, CMS പ്രസ് അല്ലെ? CMS പ്രസ് കോട്ടയം. അപ്പൊ CMS പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത്? ജ്ഞാനനിക്ഷേപം. ഈ CMS പ്രസിന്റെ സ്ഥാപകനും ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനും രണ്ടുപേരും ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ബെഞ്ചമിൻ ബെയ്ലി. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. അപ്പൊ CMS പ്രസ് ആരംഭിച്ച ആള് ബെഞ്ചമിൻ ബെയ്ലി. ജ്ഞാനനിക്ഷേപം പത്രം ആരംഭിച്ച ആള് ബെഞ്ചമിൻ ബെയ്ലി. മലയാള അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളും ബെഞ്ചമിൻ ബെയ്ലി തന്നെ. മലയാള അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയുമാര് തന്നെ ബെഞ്ചമിൻ ബെയ്ലി തന്നെ. നെക്സ്റ്റ് വൺ, ആദ്യമായി ഒരു പ്രസിൽ നിന്നും അച്ചടിച്ച പത്രം ജ്ഞാനനിക്ഷേപം. ആദ്യമായി ഒരു പ്രസിൽ നിന്നും അച്ചടിച്ച പത്രം ജ്ഞാനനിക്ഷേപം. CMS പ്രസിൽ നിന്നും അച്ചടിച്ച ആദ്യ പത്രം ജ്ഞാനനിക്ഷേപം. കണ്ടോ? അപ്പൊ ജ്ഞാനനിക്ഷേപത്തിന്റെ ചോദ്യങ്ങളാണ്. ആദ്യമായി ഒരു പ്രസിൽ നിന്നും അച്ചടിച്ച പത്രം ജ്ഞാനനിക്ഷേപം. CMS പ്രസിൽ നിന്നും ആദ്യമായി അച്ചടിച്ച പത്രം ജ്ഞാനനിക്ഷേപം. നെക്സ്റ്റ് വൺ, ആദ്യമായി അച്ചുകൂടം ഉപയോഗിച്ച്, ലോഹ അച്ചുകൂടം ഉപയോഗിച്ച് അച്ചടിച്ച പത്രവും ജ്ഞാനനിക്ഷേപമാണ്. ഇത്രയും ജ്ഞാനനിക്ഷേപത്തിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞ്? ആദ്യമായി നമ്മള് പ്രസിൽ നിന്നും അച്ചടിച്ച പത്രം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ, CMS പ്രസിൽ നിന്നും അച്ചടിച്ച പത്രം എന്ന് പറഞ്ഞു. ആദ്യമായി അച്ചുകൂടം ഉപയോഗിച്ച് അച്ചടിച്ച പത്രം എന്ന് പറഞ്ഞു. അപ്പൊ 3 പത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രാജ്യസമാചാരം, പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം. ഇതൊക്കെ നമ്മൾ സാധാരണ പത്രങ്ങൾ എന്തിനാ ഇറക്കണേ?
എന്താ പത്രങ്ങൾ ഇറക്കണതിന്റെ ഉദ്ദേശം? വാർത്തകള് ഓരോ വ്യക്തികളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പത്രങ്ങളൊക്കെ തന്നെ വാർത്താധിഷ്ഠിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയാച്ചാ മലബാർ മേഖലയിൽ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്താണ് ചർച്ച് മിഷൻ സൊസൈറ്റി. ഇതൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഹെർമൻ ഗുണ്ടർട്ടും, രണ്ടാമത്തത് ജ്ഞാനനിക്ഷേപം ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കീഴിലൊക്കെയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പൊ ഇതൊന്നും വാർത്താധിഷ്ഠിത എന്തല്ല, വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതല്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ അങ്ങനെയും വരാം കേട്ടോ. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ 3 ദിനപത്രങ്ങൾ. ഇനി അടുത്ത ദിനപത്രങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കൂ. ദീപിക ദിനപത്രം. 1887 ദീപിക ദിനപത്രം ആരംഭിച്ചത്. 1887. പക്ഷെ നമ്മൾ കൂടുതൽ കേട്ടേക്കുന്നത് എങ്ങനെയാണ്? നസ്രാണി ദീപിക എന്ന പേരിലാണ്. അപ്പൊ നസ്രാണി ദീപിക എന്ന പേരിലാണ് ഈ പത്രം ആരംഭിച്ചത് കേട്ടോ. 1887. പത്രാധിപർ ആരായിരുന്നു? നിധീരിക്കൽ മാണി കത്തനാർ. എന്താണ്? നിധീരിക്കൽ മാണി കത്തനാർ. അപ്പൊ 1887 നിധീരിക്കൽ മാണി കത്തനാർ കേട്ടോ. ആരാണ് പത്രാധിപർ? നിധീരിക്കൽ മാണി കത്തനാർ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്ന്, ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴക്കമേറിയ പത്രം. അപ്പൊ 1887 പ്രസിദ്ധീകരിച്ച നസ്രാണി ദീപിക ഇപ്പോഴും ദീപിക എന്ന പേരിൽ പ്രസിദ്ധീകരണം തുടരുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകതയോ, ഇന്റർനെറ്റ് എഡിഷൻ ആദ്യമായി ആരംഭിച്ച മലയാള ദിനപത്രം. ഇന്റർനെറ്റ് എഡിഷൻ ആദ്യമായി ആരംഭിച്ച മലയാള ദിനപത്രം. ഇത് രണ്ടും ദീപികയുടെ പ്രത്യേകതകളാണ്. അടുത്തതാണ് മലയാള മനോരമ. മലയാള മനോരമ കേരളത്തിലെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ മലയാള മനോരമ കമ്പനി എന്ന പേരിൽ 1888 ആരംഭിക്കുന്നു. അപ്പൊ മലയാള മനോരമ കമ്പനി എന്ന ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന പേരിൽ 1888 ആരംഭിച്ച ഈ കമ്പനി 1890 മുതലാണ് പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. 2 വർഷം നിങ്ങൾക്ക് ബുക്കുകളിലൊക്കെ കാണാം. മനസ്സിലാക്കേണ്ടത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപത്തിൽ 1888 മലയാള മനോരമ എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിക്കുന്നു. അതിനുശേഷം 1890 മലയാള മനോരമ ദിനപത്രം ആരംഭിക്കുന്നു. നെക്സ്റ്റ് വൺ, സ്ഥാപകനാരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അദ്ദേഹമാണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ സ്ഥാപകൻ. ആരാ പേരെന്താ? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഇനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ദിനപത്രമാണ് ഏത്? മലയാള മനോരമ. നമ്മള് മലയാള മനോരമയുടെ കലണ്ടറിന്റെ ഒക്കെ പരസ്യം നമ്മൾ തിലകൻ പറയണ കേട്ടിട്ടുണ്ട് ഇല്ലേ? കലണ്ടർ മനോരമ തന്നെ എന്നൊക്കെ പറയണ പോലെ. അപ്പൊ അത് ഓർത്തു വെച്ചാൽ മതി. ഏറ്റവും പ്രസിദ്ധീകരണം നല്ല പ്രചാരത്തിലുള്ള പത്രമാണ് ഏത്? മലയാള മനോരമ കേട്ടോ. ഇനി ഈ മലയാള മനോരമയുടെ ആപ്തവാക്യമാണ് ധർമ്മോസ്മത് കുലദൈവതം. എന്താണ്? ധർമ്മോസ്മത് കുലദൈവതം എന്ന് പറയുന്നത് മലയാള മനോരമയുടെ ആപ്തവാക്യമാണ്. അടുത്ത പത്രം സ്വദേശാഭിമാനി. ഞാൻ ഇങ്ങനെ പറയുന്നത് വർഷങ്ങളുടെ ഓർഡറിലാട്ടോ. അതായത് നേരത്തെ നമ്മൾ 47, 48 പറഞ്ഞു, പിന്നെ 87, പിന്നെ 88, ഇപ്പൊ 1905. ഇതൊരു ഓർഡറിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നമുക്ക് ഇങ്ങനെ പറയാം. പിന്നെ നമുക്ക് എന്താ പറയാ, ചെറിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും വർഷം നമുക്ക് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇല്ല. എന്നാൽ ഇപ്പോൾ ഒരു ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചാലോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ. അതുകൊണ്ട് നിർബന്ധമായിട്ടും വർഷങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കുന്നത് വേണം കേട്ടോ. ഇനി സ്വദേശാഭിമാനി പത്രം. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖവരയോടെ ആരംഭിച്ച പത്രം, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ ഒരു മുഖക്കുറിപ്പോടെ തുടങ്ങിയ പത്രമാണ്. അതായത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. എന്ത് രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ ആരും പേടിക്കില്ല, ഒരു രാജാക്കന്മാരെ ഒന്നും പേടിക്കില്ല, എല്ലാം തുറന്നെഴുതും എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്വദേശാഭിമാനി ദിനപത്രം. എന്താണ്? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ ആരംഭിച്ച പത്രം. നെക്സ്റ്റ് വൺ, 1905 ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. 1905 വക്കം അബ്ദുൾ ഖാദർ മൗലവി
അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിക്കുകയും ആദ്യത്തെ പത്രാധിപർ എന്ന ബഹുമതി ആർക്കാണ്? CP ഗോവിന്ദപിള്ള. ആദ്യ പത്രാധിപർ ആരാണ്? CP ഗോവിന്ദപിള്ള. പക്ഷെ നമ്മൾ കേട്ടേക്കണത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരാണ് അല്ലെ. കാരണം അടുത്ത് 1905 ഗോവിന്ദപിള്ള, 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ട് ചുമതലയേറ്റു. 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരായി ചുമതല ഏൽക്കുകയും 1907 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരായി ചുമതലയേൽക്കുകയും 1907 തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. ഇനിയോ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാള്, അവിടുത്തെ ദിവാനായിരുന്ന P രാജഗോപാലാചാരി തുടങ്ങിയവരുടെ ദുർവ്യവങ്ങളെ കുറിച്ച് ഇവര് തുറന്നടിച്ച പേപ്പറിൽ, അതായത് ഈ സ്വദേശാഭിമാനി പത്രത്തില് എഴുതുകയും അതിനനുസരിച്ച് അപ്പൊ അതിന്റെ പരിണിത ഫലമായി P രാജഗോപാലാചാരി എന്ത് ചെയ്തു? ഈ പത്രം കണ്ടുകെട്ടി 1910 സെപ്റ്റംബർ 26 തിരുനെൽവേലിയിലേക്ക് ആരെ നാടുകടത്തി? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയുണ്ടായി. മനസ്സിലായോ? നെക്സ്റ്റ് വൺ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥയുടെ പേരാണ് എന്റെ നാടുകടത്തൽ. എന്താണ്? എന്റെ നാടുകടത്തൽ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധം പുലർത്തിയിരുന്ന മലയാള ദിനപത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്? വിദേശ വിവരങ്ങൾ അറിയാനായിട്ട് ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധം പുലർത്തിയിരുന്ന പത്രം കൂടിയാണ് ഇത് സ്വദേശാഭിമാനി ദിനപത്രം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പത്രം നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കൂ. മാതൃഭൂമി പത്രം. മാതൃഭൂമി പത്രം 1923 മാതൃഭൂമി പത്രം പ്രവർത്തനം ആരംഭിച്ചത്. മാതൃഭൂമി പത്രം വന്നത് എന്നാണ്? 1923 കോഴിക്കോട് ജില്ലയിലാണ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് തുടങ്ങിയത്. ആദ്യ പത്രാധിപർ KP കേശവ മേനോനാണ്. ആദ്യ പത്രാധിപർ KP കേശവ മേനോൻ. അപ്പൊ മാതൃഭൂമി പത്രം 1923 സ്റ്റാർട്ട് ചെയ്തു. കോഴിക്കോട് നിന്നാണ്. ആദ്യ പത്രാധിപർ KP കേശവ മേനോനാണ്. കേരളത്തിലെ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നു. അതായത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ലഹളകളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സമയമാണ്. അപ്പോ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വേണ്ടി പ്രവർത്തിച്ച പത്രം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം, കേരളത്തിലെ പത്രം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതിനെയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്? മാതൃഭൂമി പത്രം തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നെക്സ്റ്റ് വൺ, ദേശാഭിമാനി പത്രം. ഏതാണ് ദേശാഭിമാനി? ദേശാഭിമാനി 1942 കോഴിക്കോട് നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. ഇതിന്റെ സ്ഥാപക എഡിറ്റർ എന്നറിയപ്പെടുന്നത് MS ദേവദാസ് ആണ്. ആരാണ്? MS ദേവദാസ്. ഇത് വീക്കിലി ആയിട്ടാണ് ആരംഭിച്ചത്, പിന്നീടാണ് ഡെയിലി ആയിട്ട് വന്നത് കേട്ടോ. ഇനി 42 കോഴിക്കോട് നിന്ന് ആരംഭിച്ചുവെങ്കിൽ 46 നമ്മള് പത്രം എന്ന രൂപത്തില് ദേശാഭിമാനി വന്ന്. പിന്നെ ഇനിവിടെ 48, 51 2 വർഷം കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. വർഷം നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കൊന്നും വേണ്ട. 48 ഇത് പത്രം നിരോധിച്ചു. അതിനുശേഷം പിന്നെ 51 വീണ്ടും തുടങ്ങി. അപ്പൊ ഇടയ്ക്ക് ഒരു നിരോധനം ഉണ്ടായിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക മാത്രമേ വേണ്ടൂ. MS ദേവദാസ് ഫസ്റ്റ് എഡിറ്റർ 42 വീക്കിലി തുടങ്ങി, പിന്നീടാണ് പത്രമായിട്ട് 46 ആരംഭിച്ചത് കേട്ടോ. അടുത്തത് സന്ദിഷ്ടവാദി പത്രം. എന്താ സന്ദിഷ്ടവാദി പത്രത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത? കേരള പത്ര സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് സന്ദിഷ്ടവാദി പത്രമാണ്. കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ആദ്യത്തെ നിരോധിച്ച പത്രമാണ് ഏത്? സന്ദിഷ്ടവാദി പത്രം കേട്ടോ. അപ്പൊ കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം സന്ദിഷ്ടവാദി പത്രം. അതിന്റെ സ്ഥാപകൻ WH മൂർ. ആരാണ് സ്ഥാപകൻ? WH മൂർ ആണ് സ്ഥാപകൻ. കേരള പത്ര സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതും സന്ദിഷ്ടവാദി പത്രമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് പത്രങ്ങളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ആരാ സ്ഥാപിച്ചു എന്നുള്ളത്. പ്രഭാതം പത്രം ആരംഭിച്ചു. ആരാരംഭിച്ചു? EMS നമ്പൂതിരിപ്പാട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് പ്രഭാതം പത്രം. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നതും ഏതാണ്? പ്രഭാതം പത്രമാണ്. ഇനി അടുത്ത മുഖ്യമന്ത്രി കേരള ജനത എന്ന പത്രം ആരംഭിച്ചു. പട്ടംതാണിപ്പിള്ള. കേരള ജനത എന്ന പത്രം ആരംഭിച്ചത് പട്ടംതാണിപ്പിള്ള. ഇനി വേറെ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ആര്? R. ശങ്കർ, കോൺഗ്രസ് അല്ലേ.
അപ്പൊ ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ എത്രയോ അധികം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതൊക്കെ എന്നറിയോ? ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആർ ശങ്കർ. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ച വ്യക്തി സഹോദരൻ അയ്യപ്പൻ. ആരുടെയാണ് വേലക്കാരൻ എന്ന പത്രം? സഹോദരൻ അയ്യപ്പൻ. നെക്സ്റ്റ് വൺ, അൽ ഇസ്ലാം എന്ന പത്രം ആരംഭിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹത്തിന്റെ മാസികയും അങ്ങനെയൊക്കെ നമുക്ക് വേറെ പഠിക്കാണ്ട്, അത് നമ്മൾ റിനൈസൻസ് പഠിക്കുമ്പോൾ പഠിക്കും. അൽ ഇസ്ലാം എന്ന പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രമാണ് ഏത്? അൽ ഇസ്ലാം പത്രം. ഒന്നും കൂടെ പറയാം. പ്രഭാതം പത്രം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം കേരള ജനതാ പത്രം പട്ടുംതാണ് പിള്ള തുടങ്ങി. ദിനമണി പത്രത്തിന്റെ സ്ഥാപകൻ ആർ ശങ്കർ ആണ്. വേലക്കാരൻ പത്രം സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചു. അൽ ഇസ്ലാം പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ അറബി മലയാളം പത്രം എന്നറിയപ്പെടുന്നത് അൽ ഇസ്ലാം പത്രമാണ്. ഇനി അടുത്തത് കേരള പത്ര സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് സന്ദിഷ്ടവാദി പത്രം. കേരളത്തിലായത് നിരോധിക്കപ്പെട്ട പത്രം സന്ദിഷ്ടവാദി പത്രം. സ്ഥാപകൻ WH മൂറാണ്. 1923 കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രം മാതൃഭൂമി പത്രം. ആദ്യ പത്രാധിപർ KP കേശവ മേനോൻ. കേരളത്തിലെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മാതൃഭൂമി പത്രമാണ്. കോൺഗ്രസ് പ്രവർത്തനത്തിന് കേരളത്തിൽ ശക്തി കൂട്ടാൻ ആരംഭിച്ച പത്രം എന്ന് പറഞ്ഞാലും ഉത്തരം ഏതാ പറയണ്ടേ? മാതൃഭൂമി പത്രം തന്നെയാ പറയണ്ടേ. ഇനി ദേശാഭിമാനി പത്രം 1942 കോഴിക്കോട് നിന്ന് ആരംഭിച്ചപ്പോൾ വീക്കിലി ആയിട്ട് ആരംഭിച്ചു. 46 പത്രമായി തുടങ്ങി. സ്ഥാപക എഡിറ്റർ എന്നറിയപ്പെടുന്നത് MS ദേവദാസ്. 48 നിരോധിക്കുകയും 51 വീണ്ടും പത്രം തുടങ്ങുകയും ചെയ്തു. ഇത്രയാണ് കുറച്ച് പത്രങ്ങൾ. ഇനി കുറച്ചും കൂടി പത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. കുറച്ച് പത്രങ്ങളും കൂടി നമുക്ക് നോക്കണം കേട്ടോ. ഒന്ന്, കേരള കൗമുദി. ആരാണ് കേരള കൗമുദിയുടെ സ്ഥാപകൻ? CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമനാണ് കേരള കൗമുദിയുടെ സ്ഥാപകൻ. കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ. മിതവാദി പത്രം ആശാന്റെ വീണപൂവ്, അതായത് കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം. ഇത് നമ്മൾ ചോദ്യങ്ങൾ വരുന്നത് മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതായത് മുൻ വർഷങ്ങളിൽ ആവർത്തിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള രീതിയിലുള്ള വിവരണങ്ങളാണ് ഇവിടെ പറയുന്നത്. മിതവാദി പത്രം ആശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മലബാറിലെ ന്യൂസ് പേപ്പറും കൂടിയാണ് മിതവാദി. തീയരുടെ ബൈബിൾ അല്ലെങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ റഷ്യൻ വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പത്രം. റഷ്യൻ വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പത്രം. ഇതൊക്കെ മിതവാദി. അപ്പൊ മിതവാദി ആശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചു. തീയറുടെ ബൈബിൾ അല്ലെങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പത്രം പറയാം? മിതവാദി പത്രം. റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ മിതവാദി പത്രമാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതാണ് സമദർശി പത്രം. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം എന്നറിയപ്പെടുന്നത് സമദർശി പത്രം. കൂടാതെ അൽ-അമീൻ പത്രം കേട്ടിട്ടുണ്ടായിരിക്കും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ആണിത്. അൽ-അമീൻ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് സ്ഥാപിച്ചതാണ് അൽ-അമീൻ പത്രം. അടുത്തത് കേസരി പത്രം. ആരുടെയാണ്? A ബാലകൃഷ്ണപിള്ള. ഇദ്ദേഹമാണ് ആദ്യത്തെ പത്രാധിപർ. കേസരി പത്രത്തിന്റെ A ബാലകൃഷ്ണപിള്ള. എങ്ങനെ കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയും ആരെയാണ്? ബാലകൃഷ്ണപിള്ളയാണ് കേട്ടോ. അപ്പൊ കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയും ബാലകൃഷ്ണപിള്ളയാണ്. കേസരി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരാണ്. അപ്പൊ വടക്കൻ കേസരി ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വടക്കൻ കേസരി എന്നറിയപ്പെടുന്നത്. വടക്കൻ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ഇനി അടുത്തത് വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന പത്രം. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ പേരാണ് വെസ്റ്റേൺ സ്റ്റാർ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ പേരാണ് വെസ്റ്റേൺ സ്റ്റാർ. അതിന്റെ ആദ്യത്തെ എഡിറ്ററാണ് ചാൾസ് ലോസൺ. ആരാണ്? ചാൾസ് ലോസൺ. നെക്സ്റ്റ് വൺ, ഈ വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം എഡിഷൻ വിളിക്കുന്ന പേരാണ് പശ്ചിമ താരക. വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം എഡിഷൻ പശ്ചിമ താരക. ഒന്നും കൂടെ പറയാം. കേരള കൗമുദി ആരുടെ? CV കുഞ്ഞിരാമൻ. കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആര്? CV കുഞ്ഞിരാമൻ. മിതവാദി പത്രത്തിന്റെ പ്രത്യേകത ആശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിക്കുന്നു. തീയറുടെ ബൈബിൾ അല്ലെങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. റഷ്യൻ വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന പത്രം. അടുത്തത് അൽ-അമീൻ പത്രം. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രം. സമദർശി പത്രം. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പത്രം. കേസരി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ
ബാലകൃഷ്ണപിള്ള പ്രാധാന്യം കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണപിള്ള. വടക്കൻ കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വെസ്റ്റേൺ സ്റ്റാർ എഡിറ്റർ ആരാണ്? ചാൾസ് ലോസൺ. ഇതിന്റെ മലയാളം എഡിഷന് വിളിക്കുന്ന പേര് പശ്ചിമ താരക. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കേരളത്തിലെ പത്രങ്ങൾ, അതായത് മലയാള പത്രങ്ങളെ കുറിച്ച് മാത്രമാണ്. ഇനി ഇന്ത്യയിലെ ന്യൂസ് പേപ്പറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട്, പിന്നെ മാസികകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കേരള ഹിസ്റ്ററി, റിനൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി പഠിക്കും. കാരണം വലിയൊരു വീഡിയോയും കുറേയധികം കാര്യങ്ങളും പഠിക്കാണ്ടാവും, നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായി നിങ്ങൾ കേട്ട് പഠിക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ഭംഗിയായിട്ട് എഴുതി നോക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. അങ്ങനെ നിങ്ങൾ ഇത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് കേരളത്തിലെ പത്രം. അപ്പൊ കേരളത്തിലെ പത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാനായിട്ട് സാധിക്കുള്ളൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എൻ്റെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായി നമുക്ക് നാളെ കാണാം കേട്ടോ.